പാർട്ട് 1 ഡയറ്റ്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഡയറ്റ് അതിൽ പാളിപ്പോയത് എനിക്ക് പാളിപ്പോവാത്തത് പിന്നെ ഇനി മുന്നോട്ടുള്ള പ്രെപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഡയറ്റ് തുടങ്ങിയ സമയത്ത് ഞാൻ ഈ കാലറി ട്രാക്കിങ്ങും ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പാണ് ഞാനൊരു കാലറി ട്രാക്കിംഗ് ആപ്പിന് വേണ്ടി, ന്യൂട്രീഷൻ ട്രാക്കിംഗ് ആപ്പിന് വേണ്ടിയിട്ട് 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് പേ ചെയ്തിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതിന് മുമ്പേ ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആപ്പുകൾ ഉപയോഗിക്കുന്നുവെങ്കിലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഞാൻ ട്രാക്ക് ചെയ്യാൻ ശ്രമിച്ച് പാളിപ്പോയിട്ടുള്ള മെത്തേഡ്സ് ഞാൻ പറയാം. നമ്മൾ ആദ്യം ഒരു എന്തൂസിയാസത്തിൻ്റെ പുറത്ത് യൂട്യൂബിൽ പോകുന്നു, എങ്ങനെ ഞാൻ ന്യൂട്രീഷൻ ട്രാക്ക് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നു. അപ്പോൾ കിട്ടുന്നത് ആദ്യത്തെ ഒരു 10 വീഡിയോ ഉണ്ടെങ്കിൽ അതിനകത്ത് 8 വീഡിയോയും ബൾക്കായിട്ട് മീൽ പ്രെപ്പ് ചെയ്ത് മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ഫുഡ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചിട്ട് മീൽ പ്രെപ്പ് ചെയ്യുന്ന മെത്തേഡാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമുക്കുള്ളത്. അത് ഞാൻ ഗ്യാരണ്ടി ആയിട്ട് പറയാം, അത് വർക്ക് ചെയ്യില്ല. അത് വർക്ക് ചെയ്യാത്തതിന് കാരണമുണ്ട്. ഞാൻ പല രീതികൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ മീൽ പ്രെപ്പ് കണ്ടെയ്നേഴ്സിനകത്ത് പല ഫുഡുകൾ വെച്ചിട്ട് ഓരോ മീലിനും വേറെ വേറെ ഫുഡുകളും വെച്ചിട്ടും ഓരോ മീലിനും എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഫുഡ് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇത് വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ കാരണം യു വിൽ ഗെറ്റ് ടയർഡ് ഓഫ് ഇറ്റ്. പ്രത്യേകിച്ചും ഡയറ്റ് ഫറ്റീഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം റിയലാണ്. ഡയറ്റ് ഫറ്റീഗ്, നമ്മൾ ഒരേ ഫുഡ് അല്ലെങ്കിൽ ഒരേ നേച്ചറിലുള്ള ഫുഡ് നമ്മൾ ഭയങ്കര കസ്റ്റംഡ് ആയിട്ടുള്ള ഫുഡ് പിന്നെയും കഴിക്കുമ്പോഴത്തേക്കും അതിനോടുള്ളൊരു വിരക്തി വരും. അതിൽ തന്നെ ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ മൈക്രോവേവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരും ഫോർ സം റീസൺ. ഫ്രീസറിൽ വെച്ചിട്ട് മൈക്രോവേവ് ചെയ്തിട്ട് കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അതെങ്ങനെയാണ് അതിൻ്റെ കെമിസ്ട്രി എന്നറിയില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മൈക്രോവേവിൽ വെച്ചിട്ട് 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടുള്ള ഫുഡ് നമ്മൾ പിന്നെ ചെയ്ത് അല്ലെങ്കിൽ മൈക്രോവേവ് ചെയ്ത് ചൂടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇറ്റ് ഈസ് ട്രൂ അതിനോടുള്ള ആ ഒരു അപ്പീൽ, നമുക്കൊരു അപ്പറ്റൈസിങ് ഫാക്ടർ ഇല്ലാണ്ട് പോകും. നമ്മളെ ആ ഒരു ക്രേവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ ഫുഡ് കഴിക്കാനുള്ള താല്പര്യമില്ലാകും. അപ്പോൾ അത്രയും സാറ്റിസ്ഫാക്ടറി അല്ല ഫുഡ്. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മൾ ഡയറ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ കഴിക്കുന്ന ഫുഡ് ആ ഒരു ടേസ്റ്റിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. മനസ്സ് മടുത്ത് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ടേസ്റ്റി ആയിട്ട് ഉള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഭക്ഷണം ഡയറ്റിൻ്റെ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ഈ പോർഷൻ തിരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൾക്കായി പ്രെപ്പ് ചെയ്ത് പിന്നെ പോർഷൻ തിരിച്ച് ഉപയോഗിക്കുന്ന ഡയറ്റിൻ്റെ മെത്തേഡ് പാളി. അത് പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ഇത് ഏകദേശം ഒരു 10 വർഷത്തിൻ്റെ സ്പാനിനിടയ്ക്ക് പയറ്റി തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ രണ്ടാമത്തെ മെത്തേഡ് ഈ റോ ഇൻഗ്രീഡിയൻസ് പോർഷൻ തിരിച്ച് വെക്കുക, എന്നിട്ട് എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ട് കുക്ക് ചെയ്യുക. ഇതാണ് ഞാൻ ഡയറ്റ് ഫറ്റീഗ് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള വഴി. അപ്പോൾ പോർഷൻ തിരിച്ചിട്ട് ജസ്റ്റ് ചൂടാക്കുക, ജസ്റ്റ് സോട്ടോ ചെയ്യുകയോ അല്ലെങ്കിൽ ബോയിൽ ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോർഷൻ തിരിച്ച് 5 ദിവസത്തേക്കുള്ള മീറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ പോർഷൻ തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇതിന് കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കണം, ഇതിന് വേണ്ടിയിട്ടൊരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം ഹോട്ടായിട്ടിരിക്കുന്ന നമ്മൾ സ്റ്റൗവിലിരിക്കുന്ന സാധനം നമുക്ക് അൺഅറ്റൻഡഡ് ആയിട്ട് ലീവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ കുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഓയിലും കാര്യങ്ങളും എല്ലാം മേത്ത് പറ്റി പിടിച്ചിരിക്കും, ഡ്രസ്സിൽ പറ്റി പിടിച്ചിരിക്കും. പിന്നെ അത് മാറണം. ദാറ്റ് വാസ് ടു മച്ച് ടു ഗോ ത്രൂ. അപ്പോൾ അതും ഫെയിലായി. പക്ഷേ പ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എല്ലാ ദിവസവും പ്രെപ്പ് ചെയ്യുന്ന ഫുഡാണ്. അപ്പോൾ ഒരു ദിവസം 3 മീൽ പ്രെപ്പ് ചെയ്യുന്നത് അത് ടു മച്ച് ആയിരുന്നു, അത് ഫെയിലായി. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഞാൻ വർക്ക് ചെയ്ത് കുറേ കാലം കൊണ്ടുവന്നിട്ടുള്ള ഡയറ്റിംഗ് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോർട്ടിയ റാപ്പ് കണ്ടിട്ടുണ്ടാവും. വലിയ റാപ്പ്, ഈ ബുറിത്തോസ് ഉണ്ടാക്കുന്ന റാപ്പ് അല്ലെങ്കിൽ വലിയ ചപ്പാത്തി. അതിൽ നമ്മൾക്ക് വേണ്ട മീറ്റ് അത് ഇറ്റ്സെൽഫ് ആ റാപ്പ് ഇറ്റ്സെൽഫ് ഒരു കാർബ് സോഴ്സും പിന്നീട് അതിനകത്ത് ഫില്ല് ചെയ്യുന്ന മീറ്റ്, ഫൈബറായിട്ടുള്ള സാധനങ്ങൾ, ഫാറ്റ് എല്ലാം അതിനകത്ത് ഇരിപ്പുണ്ട്. സോ ആ ഒരു പാക്കേജാണ് ദാറ്റ്സ് എ കൺസൈസ് ന്യൂട്രീഷൻ പാക്ഡ് ആയിട്ടുള്ളൊരു ബ്ലോക്കാണ് ആ സാധനം, റൈറ്റ്? ആ ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. സോ ഞാൻ അതുപോലത്തെ ഒരു 25-30 എണ്ണം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഫ്രീസറിൽ ഫുള്ളി പാക്ക് ചെയ്ത് വയ്ക്കും.
ഇത് ഭയങ്കര ഈസി ആയിരുന്നു. ഒരു ദിവസത്തിൽ മേ ബി ഒരു മണിക്കൂർ സൺഡേ വീക്കെൻഡിൽ വല്ലതും പ്രെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസങ്ങളിലേക്കുള്ളതെല്ലാം അവിടെ ഓൾറെഡി ഡൺ ഫോർ. വേറെ ഒന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൈക്രോവേവ് ചെയ്യുക, വേണ്ട ദിവസത്തിൽ സാധനം എടുത്തിട്ട് പോവുക. ഫ്രോസൺ ആയതുകൊണ്ട് വൈകിട്ട് വരെ ഈവൻ എൻ്റെ ബാഗിലിരുന്ന് കഴിഞ്ഞാലും അത് ആവില്ല. അതിൽ സ്റ്റിൽ ഒരു കോൾഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. അങ്ങനെയുള്ളൊരു അതിനുണ്ട്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, അപ്പം മൈക്രോവേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്രോസൺ ആയിട്ടുള്ള ഫുഡ് കപ്പിൾ ഓഫ് ഡേയ്സ് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ് പോകില്ലെന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടെ ഒരു വലിയ ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്ന സോസ് ഭയങ്കര ഡിപ്പെൻഡൻ്റാണ്. നമുക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ താല്പര്യമുള്ളൂ. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് കെച്ചപ്പ് ഉപയോഗിക്കാം, ചില സമയത്ത് മയനൈസ്, ലോ ഫാറ്റ് മയനൈസ് ഉപയോഗിക്കാം. പിന്നെ ചില സമയത്ത് ഏതെങ്കിലും ഹോട്ട് സോസ് ഉപയോഗിക്കാം. ഹോട്ട് സോസ് തന്നെ പല ടൈപ്പ് ഉണ്ട്, റൈറ്റ്? അല്ലെങ്കിൽ സവർ ക്രീം ഉപയോഗിക്കാം, തൈര് ഉപയോഗിക്കാം. സോ ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു പെയർ ഇറ്റ് വിത്ത് അതിൻ്റെ ക്യാരക്ടറേ മാറും. അപ്പോൾ അത് കുറേ കാലം ഓടിച്ചു. പിന്നെ വേറെ എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ള കട്ടിൻ്റെയൊക്കെ സമയത്ത് വർക്ക് ചെയ്തിട്ടുള്ള സംഗതിയാണ് ഈ